ലോകമെങ്ങുമുള്ള മരിയ ഭക്തർ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ റോമിലെ മഞ്ഞുമാതാ ബെസിലിക്ക സെയിൻറ്റ് മേരി മജോറെ ബെസിലിക്കയാണ് ഭക്തിപൂർവ്വം പ്രാർത്ഥനാപൂർവം നാം ഒന്ന് കാണാൻ ശ്രമിക്കുന്നത്. റോമൻ സഭയുടെ പ്രധാനപ്പെട്ട 4 മേജർ ബെസിലിക്കകളിൽ ഒന്നാണ് ഈ മേജർ ബെസിലിക്ക. AD 356 ഓഗസ്റ്റ് 5 രാത്രിയിൽ ഇവിടെ അത്ഭുതകരമായ വിധത്തിൽ മഞ്ഞുവർഷം ഉണ്ടായെന്നും അന്നത്തെ പാപ്പയായിരുന്ന പോപ്പ് ലിബേരിയൂസിന് പരിശുദ്ധ അമ്മ ദർശനത്തിൽ ഈ സ്ഥലം അടയാളപ്പെടുത്തി കൊടുത്തും എന്നുമാണ് പാരമ്പര്യം. അവിടെയാണ് ആദ്യത്തെ ബെസിലിക്ക പണിതത്. ആ ലിബേരിയസ് മഞ്ഞുമാതാ ബെസിലിക്കയുടെ അവശിഷ്ടങ്ങളൊന്നും ഇന്ന് ലഭ്യമല്ല. ഈ മണിമാളികയ്ക്ക് 75 മീറ്റർ ഉയരമുണ്ട്. റോമിലെ ഏറ്റവും ഉയരം കൂടിയ മണിമാളികയാണ് ഇത്. പരിശുദ്ധ മാതാവിൻ്റെ പ്രാധാന്യം അരക്കെട്ടുറപ്പിച്ച AD 431 എഫേസൂസ് സൂനകദോസിനെ തുടർന്ന് പോപ്പ് സിക്സ്റ്റസ് മൂന്നാമൻ തറക്കല്ലിട്ട ബെസിലിക്കയുടെ തുടർച്ചയാണ് ഈ ബെസിലിക്ക. പ്രാചീന റോമാ സാമ്രാജ്യത്തിലെ മാക്സെൻഡിയൂസ് ബെസിലിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ള സ്തൂപമാണിത്. ഇതിൻ്റെ മുകളിൽ പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്യു ഉണ്ട്. കൊറിന്ത്യൻ തലക്കെട്ടാണ് ഇതിനുള്ളത്. ജൂബിലി വർഷങ്ങളിൽ പഴയ ജീവിത രീതിയിൽ നിന്ന് പിൻവാങ്ങി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഉതകുന്ന പോർത്ത സാന്ത 4 മേജർ ബെസിലിക്കകളിലാണുള്ളത്. അതിലൊന്നാണ് ഇത്. മരിയ മജോറയിലെ പോർത്ത സാന്ത, ഹോളി ഡോർ, വിശുദ്ധ കവാടം. പ്രാചീന റോമൻ നിർമ്മിതികളിൽ നിന്ന് എടുത്തിട്ടുള്ള 20 വീതമുള്ള 2 നിര തൂണുകൾ, ഒറ്റക്കൽ തൂണുകളാണ്. അയോണിയൻ തലക്കെട്ടോടുകൂടിയ തൂണുകൾ. അതുകൊണ്ട് വേർതിരിച്ചിരിക്കുന്ന ഒരു സെൻട്രൽ നെയ്വ്, ഒരു നടുത്തളവും 2 പാർശ്വ ഹോളുകളും. ഇതൊരു ടിപ്പിക്കൽ ബെസിലിക്ക നിർമ്മിതിയാണ്. മുകൾ ഭാഗം ഈ പാർശ്വ ഹോളുകൾക്ക് ഉയരം കുറവായതുകൊണ്ട് മുകളിലൂടെ ആവശ്യത്തിന് പ്രകാശം സെൻട്രൽ നെയ്വിലും ലഭിക്കുന്നുണ്ട്. പഴയ സെയിൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ ഇമാതിരിയുള്ള 88 തൂണുകൾ ആണ് ഉണ്ടായിരുന്നത്. ഇത് ഒരു പാർശ്വ ഹോളാണ്. ഈ പാർശ്വ ഹോളിൻ്റെ അങ്ങേ അറ്റത്തുള്ള കപ്പേളയിലാണ് ഫ്രാൻസിസ് പാപ്പായെ അടക്കിയിരിക്കുന്നത്. ആളുകൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ടൂമ്പ് സന്ദർശിക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നതാണ്. ഇതാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ കല്ലറ. ഈ ബെസിലിക്കയുടെ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൈക്കലാഞ്ചലോയുടെ സമകാലീനനായിരുന്ന ജൂലിയാനോ ദ സംഗാലോ ആണ്. പള്ളിയുടെ അൾത്താരയുടെ തൊട്ടുപുറകിലായി അതിസുന്ദരമായ ഒരു പഴയകാല മൊസൈക്ക് ചിത്രമുണ്ട്. 13-ാം നൂറ്റാണ്ടിലെയാണ്. ജക്കാബോ തൊറീത്തിയാണ് അത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അതത്ര ക്ലിയറായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പരിശുദ്ധ അമ്മയെ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായി കർത്താവ് കിരീടം ധരിപ്പിക്കുന്ന ഒരു മൊസൈക്ക് ചിത്രമാണ് ആ ഉള്ള കാനപ്പിയുടെ പുറകിൽ കാണുന്നത്. ഈ കാനപ്പി ശരിക്ക് സെയിൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ കാനപ്പിയുടെ ഒരു തനി പകർപ്പാണ്. പഴയ നിയമത്തിൽ നിന്നെടുത്തിട്ടുള്ള പല ചിത്രീകരണങ്ങളും മൊസൈക്ക് ചിത്രമായി ഈ ബെസിലിക്കയിൽ ധാരാളമായി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മൊസൈക്ക് ഈ കൊറോണേഷൻ്റെ ചിത്രം തന്നെയാണ് അൾത്താരയുടെ ബാക്ക്ഡ്രോപ്പിലുള്ളത്. അതിൻ്റെ താഴെ സൂര്യചന്ദ്രന്മാരും ലോകം മുഴുവനും സാക്ഷിയാണ്. ഈ ഒരു കാനപ്പിക്ക് താഴെ സുന്ദരമായ ഒരു ക്രിപ്റ്റുണ്ട് പ്രധാന അൾത്താരയുടെ താഴ്ഭാഗത്ത്. അത് കുറച്ച് ആധുനികമാണ്. 17-ാം നൂറ്റാണ്ടിലാണ് ഇതിലെ ഡിസൈൻ വർക്കെല്ലാം കഴിഞ്ഞത്. പോപ്പ് പയസ് 9th 9-ാം പിയൂസ് പാപ്പ മുട്ടുകുത്തി നിൽക്കുന്ന ശില്പം. അദ്ദേഹം നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തിരുശേഷിപ്പിന് മുമ്പാണ്. അത് കർത്താവിൻ്റെ പുൽത്തൊട്ടിയുടെ തിരുശേഷിപ്പ് ഒരു പേടകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഈ പള്ളിയിലെ പ്രധാനപ്പെട്ട തിരുശേഷിപ്പ്. ഇതിൽ നിന്നും പുൽത്തൊട്ടിയുടെ പരിശുദ്ധ മാതാവിൻ്റെ ബെസിലിക്ക എന്നാണ് ഇതാദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ലുയിജി വലേദിയർ
ഡിസൈൻ ചെയ്ത ജ്ഞാനസ്നാന തൊട്ടി പള്ളിയുടെ എൻട്രൻസിനോട് ചേർന്നുണ്ട്. അത് 17-ാം നൂറ്റാണ്ടിലെയാണ്. പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും നമുക്കിന്ന് വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം.